നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ ആക്രമിച്ച അഷ്കർ കൊടും ക്രിമിനലാണെന്ന് മുൻ ഭാര്യയുടെ മാതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. 18-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ ആമിനയെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും കൊല്ലാൻ വരെ ശ്രമിക്കുകയും ചെയ്തു. തല ചുമരിൽ ഇടിപ്പിക്കുകയും 2 ചെവിയും അടച്ച് മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. നിർബന്ധിച്ച് വിഷം കഴിപ്പിച്ചു. അബോധാവസ്ഥയിലിരിക്കെ ഫാനിൽ കെട്ടിത്തൂക്കാൻ ശ്രമിച്ചതും ആമിനയുടെ മാതാവ് പറഞ്ഞു. ആമിനയുടെ ഉമ്മ ഷൈലയാണ് നമുക്കൊപ്പം ഉള്ളത്. അവരുടെ ചിത്രങ്ങൾ കണ്ടിട്ട് ഈ പറയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ക്രൂരതയ്ക്ക് ആക്രമണത്തിന് ഇരയായതായാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാ ചെയ്തേ? മോളെ തല ഭിത്തിയിൽ വെച്ച് ഇടിക്കുമായിരുന്നു, ബാക്ക് സൈഡ് ചെവിട്ടത്തടിക്കുമായിരുന്നു, വയറ്റിൽ ചവിട്ടുമായിരുന്നു. ഇതെല്ലാം ചെയ്യിക്കുന്നത് അവന്റെ ഉമ്മയും സഹോദരിയും 3 പേരും കൂടെ ചേർന്നാണ്. കൊച്ചിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനമായിരുന്നു. കൊച്ചു മരണശയ്യയിൽ കിടക്കുമ്പോഴാണ് അവളെ വാപ്പ ചെന്ന് മോളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവനെ അന്നും മോളെ വീട്ടിൽ കൊണ്ടുവരുന്നതിന്റെ അന്നും മൂക്കിലടിച്ച് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെരുന്നാളിന്റെ പിറ്റന്നായിരുന്നു, 2024 ആ കൊച്ചു പെരുന്നാളിനായിരുന്നു. അതിന്റെ 2 ദിവസത്തേക്ക് മുമ്പ് മോള് എന്റെ വീട്ടിൽ വന്ന് മോളെ ഇവിടെ നില്ലെന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞ് ഞാൻ ചെന്നില്ലെങ്കിൽ ഉമ്മച്ചി എന്നെ അടിക്കും. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഇവിടെ വരട്ട്, അപ്പോഴും നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞു. കൊച്ചു പേടിച്ച് ചാവിയെല്ലാം കൊച്ചിന്റെ കയ്യിലായിരുന്നു, അതെല്ലാം കൊണ്ട് മോള് പോയി. പിന്നെ മോളെ ഒരു വിവരവും അറിയാനില്ല, അവള് ഫോൺ വിളിക്കുന്നില്ല. അങ്ങനെ ഇവളെ വിവരമൊന്നും അറിയാനില്ലാത്തത് കൊണ്ട് വാപ്പ വെളുപ്പിനെ പെരുന്നാളിന്റെ കൊച്ചു പെരുന്നാളിന്റെ പിറ്റന്ന് വെളുപ്പിനെ 6 മണിക്ക് മോള് പ്രത്യേകമാണ് താമസിക്കുന്ന വാടക വീട്ടിൽ എന്റെ കൊച്ചിനെ ഒറ്റയ്ക്ക് 2 നില വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിപ്പിച്ചിട്ട് അയൽവക്കക്കാരുമായിട്ട് സഹകരിക്കാൻ സമ്മതിക്കൂല, കൊച്ചിനെ പഠിക്കാൻ വിടൂല. കൊച്ചിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഗാർഹികമായിട്ടും ഭയങ്കരമായ പീഡനമായിരുന്നു. എന്റെ കൊച്ചിന് അത്രയ്ക്ക് ഒരു അവശതയായിരുന്നു. കാരണം ഞങ്ങൾ കല്യാണം കഴിച്ച് കൊടുക്കാൻ ഇരുന്നത് ശരിയാണ്, പക്ഷേ അവൻ വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് അവനെ കണ്ട നാൾ തൊട്ട് ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിച്ച് കൊടുക്കൂല എന്നും പറഞ്ഞ് അവന്റെ അവിടെ സ്ഥലത്ത് പനവൂരിൽ ചെന്ന് തിരക്കപ്പോഴല്ല ഇവരെ കുറിച്ചൊരു നല്ല അഭിപ്രായമില്ല. എത്ര കാലം ഒരുമിച്ച് ജീവിച്ചു? ഒരുമിച്ച് ജീവിച്ച് 1.5 വർഷം ഒരുമിച്ച് ജീവിച്ചെങ്കിലും അതൊരു ജീവിതമല്ല. എന്റെ കൊച്ചിന്റെ ജീവിതത്തിന് ചവിട്ടി അരയ്ക്കുകയാണ് ചെയ്തത്, ജീവിതം തകർത്ത് കളയുകയാണ് ചെയ്തത്. എന്റെ മോളെ ഈ ആക്രമണത്തെ കുറിച്ച് മോള് പറഞ്ഞ് ചോദിക്കുമ്പം ഇവനെന്താ പറയുന്നത്? ഞാനൊന്നും ചെയ്തില്ല, ചുമ്മാ പറയണതാണ്. ഇവൻ എല്ലാരും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഭയങ്കര മിടുക്കുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവൻ പറയുന്ന വാക്കേ കേൾക്കുള്ളൂ. ഞാൻ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്ര തരത്തിൽ പരാതി കൊടുത്തെന്നറിയാമോ? പോലീസുകാർ ആരും ഇവന്റെ പേരിൽ ഒരു കേസും എടുത്തിട്ടില്ല. അവര് വന്ന് പറഞ്ഞ് 2 വാക്ക് പറഞ്ഞ് അവനങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പറയുമ്പോഴത്തേക്ക് അവര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് പോലീസുകാർ ഞങ്ങൾ അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പല ആവർത്തി നെടുമങ്ങാട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്റെ ഈ കൊച്ചിന്റെ ക്രൂരത കാരണം. എന്നിട്ട് അവർ ചെവിക്കൊണ്ടിട്ടില്ല പോലീസുകാർ. ഇവനെ നിയമത്തിന്റെ മുമ്പിൽ ഇവനെയും ഇവന്റെ ഉമ്മയെയും സഹോദരിയെയും കൊണ്ടുവരണം. ഇനി ഒരു പെൺകുട്ടികൾക്കും ഈ ഒരു അവസ്ഥ വരാൻ പാടില്ല. അഷ്കറിന്റെ മർദ്ദനമേറ്റ ആമിന് 2 വർഷത്തോളം കോമ അവസ്ഥയിലായിരുന്നു. പോലീസിൽ പലതവണ പരാതി നൽകിയെങ്കിലും കൃത്യമായ നടപടി ഉണ്ടായില്ലെന്നാണ് കുടുംബം പറയുന്നത്. റഹീസ് റഷീദ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. റഹീസ്, നോക്കൂ, ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും കെൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് ആ യുവതിയെ ഈ അഷ്കർ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. അഷ്കർ ഒരു ബോൺ ക്രിമിനൽ ആണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ഉമ്മയുടെ വാക്കുകൾ കേട്ടാൽ അഷ്കറിന്റെ കൊടും ക്രൂരതകൾക്കെല്ലാം അഷ്കറിന്റെ കുടുംബവും ഒത്താശ ചെയ്തു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ മനസ്സിലാക്കണം ആര്യ. നമ്മുടെ ചുറ്റുപാടും ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടോ എന്ന ഉമ്മ പറയുമ്പോൾ നമുക്ക് സംശയത്തോടെ അല്ലെങ്കിൽ അത്ഭുതത്തോടെ കേൾക്കേണ്ടി വരികയാണ്. ക്രൂരമായ മർദ്ദനം, ഒരാളെ പല തരത്തിൽ ആക്രമിച്ച് കോമയിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് ജനപ്രതിനിധികളോട് പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ പരാതി പറഞ്ഞിട്ട് ടെക്നിക്കലായി പോലും പ്രതിയെ അറസ്റ്റ് ചെയ്തില്ല, കോടതിയിൽ എത്തിച്ചില്ല എന്നതൊക്കെ വിട്ടോ, ഒരു ടെക്നിക്കലായി പോലും ഒരു FIR പോലും 6 തവണ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് എടുത്തിട്ടില്ല എന്നാണ് ആമിനയുടെ ഉമ്മ ഷൈല നമ്മളോട് പറയുന്നത്. എന്ന് മാത്രമല്ല, ഒരു തവണ ആ കുട്ടിയുടെ ഫിസിക്കലായി എത്ര വീക്കാണ് എന്ന് അറിയുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് കാറിൽ കൊണ്ടുപോയി SIയെ കാണിച്ചു കൊടുത്തു, എന്നിട്ടും ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നു. പലതരത്തിലുള്ള മർദ്ദനങ്ങൾ, ഭിത്തിയിൽ തല ചേർത്ത് വെച്ച് ആക്രമിക്കുന്നു, വാഷ് ബേസിനിൽ തലയിടിക്കുന്നു, ബാത്റൂമിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നു. ആ തരത്തിൽ നമുക്ക് സ്ക്രീനിൽ നമ്മൾ ഈ ആമിനയുടെ 22 വയസ്സേ ഇപ്പോഴുള്ളൂ. 18ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ്, പഠിച്ചുകൊണ്ടിരുന്ന +2 കഴിഞ്ഞപ്പോൾ വിവാഹം കഴിഞ്ഞു. അന്നത്തെ ചിത്രവും ഇന്നത്തെ ചിത്രവും കാണുമ്പോൾ തന്നെ എത്ര നമ്മൾ ആ ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. 18ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ ആമിനയുടെ
ചിത്രവും ഒപ്പം ഇപ്പോൾ ഏതവസ്ഥയിലാണ്, എത്രത്തോളം ദുരിതപൂർണമായ അവസ്ഥയിലാണ് ആമിനെ എത്തി നിൽക്കുന്നത് എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അഷ്കർ എന്ന കൊടും ക്രിമിനലിന്റെ കൂടെ ജീവിച്ചത് പിന്നാലെയാണ് ഈ സ്ത്രീ ഇത്തരത്തിൽ കോമയിലാകുന്നത്. ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും കെൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് ആ സ്ത്രീ വന്നെത്തുന്നത് എന്നുള്ളതാണ് സാഹചര്യം. റഹീസ് റഷീദ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. റഹീസ്, ഈ ദൃശ്യങ്ങൾ അത് നമ്മളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. ഒരു സ്ത്രീയുടെ അവസ്ഥ നോക്കൂ, അവർക്കൊന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും, സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്തത്ര അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. റഹീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിലൊന്നും പോലീസ് കൃത്യമായി ഇടപെട്ടില്ല എന്നുകൂടിയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം അങ്ങനെയാണ്. നമ്മൾ ഈ ശബ്ദിക്കുന്ന തെളിവുകൾ എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ് ഈ ചിത്രം. ഒരു 3 വർഷം കൊണ്ട് ഒരു ചെറിയൊരു പെൺകുട്ടിക്ക് വരുന്ന മാറ്റം. ഇതിനകത്ത് കോമയിൽ കഴിഞ്ഞ 2-3 മാസം മുമ്പ് വരെ അങ്ങനെ കിടക്കുകയായിരുന്നു. അനങ്ങാനോ ചലിക്കാനോ പറ്റാത്ത രീതിയിലായിരുന്നു ആമിനെ കിടക്കുന്നത്. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നെല്ലാം കൃത്യമായ ചികിത്സ കിട്ടിയതിനു ശേഷം ഇപ്പോൾ റീഹാബിലിറ്റേഷൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് തൊട്ട് സമീപത്തുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് ഇപ്പോഴും ഉള്ളത്. എന്നിട്ടും ആ കുട്ടിക്കൊന്നു നേരെ ചൊവ്വേ വർത്തമാനം പറയാൻ, എഴുന്നേറ്റ് നിൽക്കാൻ, നടക്കാൻ, സ്വന്തമായി പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അത്ര വലിയ ക്രൂരമായ ഒരു മർദ്ദനത്തിനാണ് ഇടയായത് എന്ന് മാത്രമല്ല, ഈ കുട്ടിയുടെ ഉമ്മ പറയുന്നുണ്ട്, ഒരു തവണ ഈ ആമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ചില തർക്കങ്ങൾ മരുമകനുമായി ഈ ഇപ്പോഴത്തെ പ്രതിയുമായി ഉണ്ടായതിനു ശേഷം മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് വെച്ച് അതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇവരെയും, അതായത് ആമിനയുടെ ഉമ്മയെയും കൂടി മർദ്ദിച്ചു. ഒറ്റയ്ക്ക് അതിൻ്റെ പുറകുവശത്ത് വെച്ച് മർദ്ദിച്ചു. അവിടെ സെക്യൂരിറ്റിയിലുണ്ടായിരുന്ന ജീവനക്കാർ ഇത് കണ്ടു. അവരത് കഴിഞ്ഞ് അവിടെ നിന്ന് പിടിച്ചു മാറ്റി, ശരീരത്തിൽ മുഴുവൻ ചെളിയായി അവിടെ തള്ളിയിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സംഭവത്തിൽ ഒരു പരാതി പറയാൻ പോലും കഴിഞ്ഞില്ല എന്നാണ് ഈ ആമിനയുടെ ഉമ്മ പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് മകൾ ആശുപത്രിയിലാണ്, പിന്നെയുള്ളത് ഭർത്താവാണ്. ഭർത്താവിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് തന്നെ മരുമകൻ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് പരാതി പറയാനുള്ള മാനസികാവസ്ഥയൊന്നുമല്ലായിരുന്നു. കിട്ടിയത് കൊണ്ട് നിൽക്കുക എന്നത് മാത്രമേ ഉള്ളായിരുന്നു. കുട്ടിയുടെ കൂടെ ആശുപത്രിയിൽ നിൽക്കാൻ ആളുകളില്ല. മറ്റ് സാമ്പത്തിക ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നത് നാട്ടുകാർ സഹായിച്ചിട്ടാണ്. ആ തരത്തിൽ നിന്ന് പരാതി പറയാൻ പോലും മാനസികമായി അല്ലെങ്കിൽ ശാരീരികമായി കഴിവില്ലാത്ത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥയില്ലാത്ത ഒരു ദുരിതപൂർണമായ അവസ്ഥയിലാണ് ആ കുടുംബം കഴിയുന്നത്. ഇപ്പോൾ ആ ഉമ്മ പറയുന്നത്, ഞങ്ങളോട് ചെയ്ത ഇത് എന്നതാണ്. നിയമപരമായി എന്തെങ്കിലും നടപടികൾ ഇനി ഇവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്ന് ആ കുടുംബം കരുതുന്നുമുണ്ട്. ആര്യ, അതെ, അതാണ് റഹീസ് റഷീദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൃത്യസമയത്ത് അന്ന് നിയമ നടപടികൾ ഇയാൾക്കെതിരെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ 1.5 വയസ്സുകാരുടെ അവസ്ഥ ആയിരിക്കില്ലായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് മടങ്ങിയെത്താം ഈ വാർത്തയുടെ വിശദാംശം.